ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ അന്ന എന്ന വൃദ്ധ പ്രവാചകയെ ധ്യാനിക്കാം. ഫനുവേലിൻ്റെ പുത്രയും ആർഷ്യവംശികയുമായ അന്ന എന്നൊരു പ്രവാചക അവിടെ ഉണ്ടായിരുന്നു. അവൾ കന്യകാപ്രായം മുതൽ 7 വർഷം ഭർത്താവിനോടൊത്ത് ജീവിച്ചു. 84 വയസ്സായ ആ വിധവ ദേവാലയം വിട്ടുപോകാതെ രാപ്പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിഞ്ഞു പോന്നു. അവൾ അപ്പോൾ തന്നെ മുന്നോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറൂസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. നോക്കൂ, ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഏറ്റവും കാതലായ ഭാഗം ഇതാണ്. 84 വയസ്സ് പ്രായമുള്ള ഒരമ്മ ദേവാലയം വിട്ടുപോകാതെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ട് പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. ആ കാത്തിരിപ്പിൻ്റെ പൂർണ്ണത ആ അമ്മയ്ക്ക് ലഭിച്ചു. രക്ഷകനെ കാണാനുള്ള ഭാഗ്യം ഈ അമ്മയ്ക്കുണ്ടായി. നാം ഇടപെടാതെ പ്രാർത്ഥിക്കണമെന്നും പ്രത്യാശ നഷ്ടപ്പെടാതെ ദൈവത്തിൻ്റെ തിരുഹിതം വിശ്വാസത്തോടുകൂടി സ്വീകരിച്ച് കാത്തിരിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന വചനഭാഗം. ഈ അമ്മ ജീവിതം മുഴുവനും ദേവാലയത്തിൽ സമർപ്പിച്ചിരുന്നു. ദൈവത്തിൻ്റെ തിരുഹിതത്തിന് മുമ്പിൽ തന്നെ തന്നെ വിട്ടുകൊടുത്ത ആ വൃദ്ധമാതാവ് ദൈവത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ എല്ലാവരോടും ആ ശിശുവിനെക്കുറിച്ച് സംസാരിച്ചു എന്ന് സുവിശേഷത്തിൽ വായിക്കുന്നു. യേശുവിനെ കാണുകയും അറിയുകയും ചെയ്തവരെല്ലാം മറ്റുള്ളവരോട് പറയുന്നുണ്ട്. ഇടയന്മാർ യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, കണ്ടു കഴിഞ്ഞപ്പോൾ, അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ വലിയ സന്തോഷത്തോടെ പോയി കണ്ടവരോട് എല്ലാവരോടും പറഞ്ഞു. ആ ദേശം മുഴുവനും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ സാന്നിധ്യം അറിഞ്ഞു. രാജാക്കന്മാരും അപ്രകാരമാണ്. യേശുവിനെ കണ്ട് അനുഭവിച്ചപ്പോൾ അവർക്ക് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. അവർ മറ്റൊരു വഴിയെ പോയി കാണാൻ കഴിയുന്ന എല്ലാവരോടും അതിനെക്കുറിച്ച് സംസാരിച്ചു. ദൈവദൂതന്മാർ പോലും ഈ പുൽക്കൂട്ടിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിച്ചു, വിളംബരം ചെയ്തു, അത്യുന്നതങ്ങളിൽ പാടി. നമ്മുടെ ജീവിതം സാക്ഷ്യമാകേണ്ടതുണ്ട്, പ്രഘോഷണമാകേണ്ടതുണ്ട്. പ്രത്യാശയോടുകൂടി കാത്തിരുന്ന് ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി ജീവിതത്തിൽ ഏറ്റെടുത്ത നാം നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവരോട് പ്രഘോഷിക്കുവാൻ മനസ്സാകുമ്പോൾ ലോകത്തിൻ്റെ അതിർത്തികളോളം ക്രിസ്തുവിൻ്റെ സ്നേഹവും അവൻ്റെ കാരുണ്യവും പ്രഘോഷിക്കപ്പെടും. വൃദ്ധയായ ഫനുവേലിൻ്റെ പുത്രിയായ ആർഷ്യവംശികയായ അന്ന എന്ന പ്രവാചക നമുക്ക് നൽകുന്ന ശ്രേഷ്ഠമായ മാതൃക എന്തെന്നോ, നാമും പ്രതീക്ഷയുള്ളവരായിരിക്കണം. തീർച്ചയായും കർത്താവ് നമ്മുടെ സമീപത്തുണ്ട്. അവൻ്റെ തിരുമുഖം ദർശിക്കുവാൻ നമ്മളെല്ലാവരും യോഗ്യരായിത്തീരും. പ്രത്യാശഭരിതരായി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം നമുക്ക് വേണ്ടി നിലകൊള്ളുകയും ഉത്തരമരുളുകയും ചെയ്യും. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.